മാലിന്യത്തെ പ്രോസസ്സ് ചെയ്ത് പോകേണ്ട ഒരു കമ്പനി അവരുടെ ലാഭവിഹിതം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമായിട്ടാണ് ഇത്തരത്തിൽ പൊതുസമൂഹത്തിന് ഹിതകരമല്ലാത്ത ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഹിതകരമല്ലാത്ത കാര്യങ്ങൾ ഈ നാടിൻ്റെ ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയായിക്കൊണ്ടിരിക്കുന്നത് വർത്തമാന കാലത്തായിരിക്കുകയാണ് നമ്മൾ കടന്നുപോകുന്നത്. ഇവിടെ തൊട്ടുമുമ്പ് ഒരു സൗഹൃദ സംഭാഷണത്തിൽ രേഖനാട്ടിലെ സുബ്രഹ്മണ്യാസ് സൂചിപ്പിക്കുകയുണ്ടായി. പുഴയ്ക്ക് കുമ്പന്മാർ തടയാനായിട്ട് താഴെയുള്ള ആളുകൾക്കല്ലേ കുഴപ്പമുള്ളൂ, മുകളിലുള്ളവർക്ക് കുഴപ്പമില്ലെന്നും ഒരു സൗഹൃദ സംഭാഷണത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. അത്തരത്തിൽ വളരെ ഗൗരവമായിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ അത് ഈ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തന്നെ ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കമ്പനി മാലിന്യമുക്തമാണെന്നും കമ്പനി രാസമാലിന്യം പുറന്തള്ളുന്നില്ല എന്നുള്ള ചില അഭിപ്രായങ്ങളാണ് പാർട്ടിയുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രസിഡന്റ് അടക്കമുള്ളവർ, അതേപോലെ തന്നെ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഈ നാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഈ നാട് ഗൗരവമായി കാണണമെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കുന്നത്. രാസമാലിന്യം പുറന്തള്ളുന്ന മേലൂരിലെ ബിയർ കമ്പനിയുടെ ലൈസൻസ് റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് BJP മേലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. BJP പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VN ബാബു അധ്യക്ഷത വഹിച്ച ധർണ BJP കൊരട്ടി മണ്ഡലം പ്രസിഡന്റ് സജീവ് പള്ളത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം ഭാരവാഹികളായ TS മുകേഷ്, ഷാജു കോക്കാടൻ, മനോജ് തിരുമുടിക്കുന്ന്, ജില്ലാ സമിതി അംഗം സുബ്രഹ്മണ്യൻ മാസ്റ്റർ, മഹിളാ മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി ജിനി മനോജ്, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ജയരാജ് അടിച്ചിരി, പഞ്ചായത്ത് അംഗങ്ങളായ രഘുനാഥ് പൂലാനി, അംബിക ബാബു, സൗമ്യ മോഹൻദാസ്, പഞ്ചായത്ത് സെക്രട്ടറി കണ്ണൻ പറമ്പിക്കാടൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ബൂത്ത് പ്രസിഡന്റ് സതീശൻ കാലടി നന്ദിയും പറഞ്ഞു. ഈ വിഷയത്തിൽ ബ്രൂവറീസിന്റെ ഉടമസ്ഥതയിലുള്ള ബിയർ കമ്പനി, ആ ബിയർ കമ്പനി പുഴയിലേക്ക് രാസമാലിന്യം ഒഴുക്കിയിട്ടുണ്ട്. ആ രാസമാലിന്യം ഒഴുക്കിയ കാര്യത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി, പഞ്ചായത്ത് ഭരണസമിതി ഒരു നിലപാടുമെടുത്തിട്ടില്ല. അങ്ങനെ നിലപാട് എടുക്കാതെ മുന്നോട്ട് പോകുന്ന ഈ പഞ്ചായത്ത് ഭരണസമിതിയെയും സെക്രട്ടറിയെയും നാളെ മുതൽ ഇതിന് വളരെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചതായെങ്കിൽ അവർ ഈ വഴിയിലൂടെ നടക്കാൻ കഴിയാത്ത സാഹചര്യം ബാധ്യതപ്പെട്ട് സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെ ജനങ്ങളുടെ ജീവനും സ്വത്തും ഭീഷണിയാകുന്ന തരത്തിലുള്ള ഒരു കമ്പനിയെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഭരണസമിതി, ആ ഭരണസമിതി രാജിവെച്ച് പുറത്തു പോകണം എന്നുകൂടിയാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാറുള്ളത്. എന്തിനാണ് അങ്ങനെ ഒരു ഭരണസമിതി? എന്തിനാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഒരു ഭരണസമിതി അതിൽ നിന്നും മാറി ജനങ്ങൾക്ക് ദുരിതം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണസമിതി എന്തിനാണ്? ഈ ഒരു കാര്യത്തിൽ മാത്രമാണോ ഭരണസമിതിയുടെ പ്രതിസന്ധികൾ? അപ്പൊ നമുക്കറിയാം, ഇവിടെ തൊട്ടടുത്ത് നമ്മുടെ മേലൂർ ജംഗ്ഷൻ ഉണ്ട്. ആ മേലൂർ ജംഗ്ഷനിൽ അനധികൃതമായിട്ടുള്ള ചില നിർമ്മാണങ്ങൾ ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒത്താശയോട് കൂടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെതിരെ പരാതി കൊടുത്തിട്ടും സെക്രട്ടറി അടക്കമുള്ള കണ്ണടച്ചുകൊണ്ട്, കണ്ണിൽ കറുത്ത തുണി കെട്ടിക്കൊണ്ട് ഈ നിയമം, ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾക്ക് അനുമതി കൊടുക്കുന്ന, കുട പിടിച്ചു കൊടുക്കുന്ന സമീപനമാണ് സെക്രട്ടറിക്കും പഞ്ചായത്ത് പ്രസിഡന്റുമുള്ളത്. ആ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വന്തം വാർഡിൽ കുറച്ച് മരങ്ങൾ ഒരാൾക്ക് ശല്യമായി വളർന്നിട്ടുണ്ട്. ഇപ്പൊ എത്ര പരാതി കൊടുത്തിട്ട് ജയരാജ്? ഒരു 10 മാസമായി പരാതി കൊടുത്തിട്ട് സ്വന്തം വാർഡിലെ മറ്റുള്ളവർക്ക് ശല്യമായിട്ടുള്ള ആ മരങ്ങൾ വെട്ടിമാറ്റുന്നതിന് പോലും കഴിവില്ലാത്തൊരു പഞ്ചായത്ത് പ്രസിഡന്റിന് ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങൾ സൂചിപ്പിക്കുന്നത്, നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ആ ഭരണാധികാരം ഉപയോഗിക്കണം. ഈ നാടിന്റെ ജനങ്ങൾക്ക് വേണ്ടി ആ ഭരണാധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ നാടിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ തയ്യാറാകണം. അങ്ങനെ തയ്യാറാകാൻ കഴിഞ്ഞില്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകും എന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ്. എന്തിനാ ഇങ്ങനെ ആളുകൾക്ക് വേണ്ടി ഈ നാടിന് ദുരിതം വഹിക്കുന്ന ഇത്തരം കുത്തക ഭൂഷ മുതലാളിമാർക്ക് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുന്നത്? അത് ഗൗരവമായി പരിശോധിക്കണം. അങ്ങനെ എത്ര വിഷയങ്ങളാണ് വേലൂർ പഞ്ചായത്തിന്റെ അതിർത്തിക്കുള്ളിലുള്ളത്. അവിടെ HI പോയി കഴിഞ്ഞപ്പോൾ HI പറയുകയാണ്, അവിടെ നായകൾ നട്ടിരിക്കുകയാണ്, ഈ കരിമ്പിന്റെ പോലത്തെ നായകൾ നട്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിലേക്കാണ് മാലിന്യം ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. ആ മാലിന്യമാണ് പുഴയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ HI പറയാണ്, എനിക്ക് അങ്ങനെ കയറി നോക്കാൻ പറ്റത്തില്ല. എന്ന കാരണം നാങ്കടങ്ങൾ നട്ടുവെച്ചിട്ട് അതിന്റെ ഇടയിലേക്ക് പോകാൻ കഴിയും. എന്നിട്ട് പറയുന്നു, HIയും പഞ്ചായത്ത് സെക്രട്ടറിയും തമ്മിലൊരു ധാരണ ഉണ്ടാക്കിയ. എന്താണ് ധാരണ? ഞങ്ങൾ വീണ്ടും ഒരു പോണ്ട് കൂടി, കുളം കൂടി കെട്ടാവുന്നതായിരുന്നു.
വീണ്ടും ഒരു കുളം കൂടി കെട്ടാൻ, ആ മാലിന്യം അതിൽ തന്നെ ഒഴുക്കാൻ. എവിടേക്കാണ് ആ കുളത്തിൽ ഒഴിക്കാൻ പോകുന്നത്? കുളം നിറഞ്ഞതിനെ ഒഴിക്കാൻ പോകുന്നത് അത് പുഴയിലേക്ക് തന്നെയാണ് പോകുന്നത്. ആ പുഴയിലെ ജലം ഉപയോഗിക്കുന്ന പാവപ്പെട്ട ഇതിന് താഴേക്ക് കുടിവെള്ളമാണ്. കുടിവെള്ളത്തിൽ പോലും മാലിന്യം കലർത്തുന്ന, വിഷം കലർത്തുന്ന ഇത്തരം കമ്പനികൾ, ആ കമ്പനിയുടെ ഇവിടെ നമുക്ക് ആ കമ്പനിയുടെ ജനറൽ മാനേജർ അജിത്ത് അടക്കമുള്ള ആളുകൾ അവർ ഇതിന് വെള്ളപൂശാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ അതിനെ, നിങ്ങൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ എത്രയൊക്കെ സമ്മർദ്ദം ചെലുത്തി ആ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് പഞ്ചായത്ത് അത് അഴിമതിയുടെ ഭാഗമാണ്.